ഹായ്, ഇതിൽ കാണുന്ന പോലെ നമുക്കൊരു 2 മിനിറ്റ് ഹെയർ സ്റ്റൈൽ ചെയ്ത് നോക്കിയാലോ. ആദ്യം തന്നെ സെൻറ്റർ പാർട്ടീഷൻ എടുത്തു കൊടുക്കാം. എന്നിട്ട് സെൻറ്റർ പാർട്ടീഷൻ്റെ സൈഡിൽ ഒരു സ്ക്വയർ പാർട്ടീഷൻ പോലെ എടുത്തിട്ട് അതിനെ നമുക്ക് പിന്നിട്ട് കൊടുക്കാം. നല്ലോണം ടൈറ്റാക്കി തന്നെ ആ ഒരു ബ്രെയ്ഡിങ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് ലാസ്റ്റ് കെട്ടിവെക്കാം. ഇതേ പ്രോസസ്സ് തന്നെ നമുക്ക് അപ്പുറത്തെ സെക്ഷനിലും ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ബ്രെയ്ഡിങ് ചെയ്ത് കഴിയുമ്പോൾ തോന്നും വേണമെങ്കിൽ അവിടെ ഒരു ഹെയർ പിൻ കുത്തി വെച്ചാൽ ഇത് തന്നെ ഒരു നല്ല ഹെയർ സ്റ്റൈലായി അല്ലേ. നമുക്ക് അവിടെ വെച്ച് നിർത്തണ്ട, നമുക്ക് ഇനി കുറച്ചുകൂടെ ചെയ്ത് കൊടുക്കാം. അതിന് നമുക്ക് ഹാഫ് പോണി ടെയിൽ 2 സൈഡിലും കെട്ടിക്കൊടുക്കാം. ഈ ഹാഫ് പോണി ടെയിൽ കെട്ടുമ്പോഴേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടൈറ്റ് ആക്കിയിട്ട് കുറച്ച് ഒരു ബാക്ക് പോർഷനിൽ വരുന്ന രീതിയിൽ കെട്ടിക്കൊടുക്കാം. ഇനി ആ പിന്നി വെച്ച ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് നിന്ന് ഒരു ചെറിയ സെക്ഷൻ ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ആ പോണി ടെയിലിൻ്റെ പോർഷൻ ഉള്ളിൽ കൂടെ എടുത്തിട്ട് പുറത്തോട്ടേക്ക് ഇടാം. ഇതേ ഒരു പ്രോസസ്സ് തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലും ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഹെയർ സ്റ്റൈൽ റെഡി. നല്ല ക്യൂട്ട് ലുക്കായിട്ട് തോന്നുന്നുണ്ട്. പിന്നീട്ട ഭാഗം കുറച്ചും കൂടി പ്രൊമനൻ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. മെയിൻലി വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിൻ്റെ കൂടെ ആയിരിക്കും ചേരുക. ജീൻസിൻ്റെ കൂടെയും ഡ്രസ്സസിൻ്റെ കൂടെയും സ്കേർട്സിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്ത് നോക്കും, നല്ല അടിപൊളിയായിട്ടുണ്ടാവും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബൈ.